Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അതായത് പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 and 2 കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽസ്, അതുപോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി, ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ, ദെൻ EMF, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോയല്ലോ. അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽസ് ആണ്. അതായത് എന്താണ് റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽസ് എന്നുള്ളത് നോക്കാം. റെസിസ്റ്റിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റോ എന്ന് പറഞ്ഞാൽ RA/L ആണ് അല്ലേ. അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി തന്നെ എന്തിന് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസിന് ഈക്വൽ ആണ് വെൻ ഇറ്റ് ഹാസ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് എന്താ ചെയ്യുക, ദാറ്റ് വിൽ റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. കണ്ടക്ടിവിറ്റി കുറയ്ക്കുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Now we can see how the materials are classified according to their resistivities. അതായത് എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് നോക്കുന്നത്. അതായത് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ അവിടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ കേസിൽ ഇപ്പോൾ നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പോസിറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്, സറൗണ്ടഡ് ആയിട്ട് എന്തുണ്ടാവും, അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ചില കേസസിൽ ചില സബ്സ്റ്റൻസസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസിനെ കാണാൻ കഴിയും. അതായത് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ന്യൂക്ലിയസുമായിട്ട് ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. അതായത് അവ ദേ വിൽ ബി ഫ്രീ ടു മൂവ്. ഓക്കെ, അതായത് ദാറ്റ് ഇലക്ട്രോൺസ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ഫ്രം ദം. സോ സച്ച് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് ഇലക്ട്രോൺസിനെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അത്തരം ഇലക്ട്രോൺസിനെ നമ്മൾ എന്താ പറയുക, ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് പറയുക. അതായത് അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള കേസിലുള്ള സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും, ദേ വിൽ അലോ ഇലക്ട്രിക് കറന്റ് ടു പാസ് ത്രൂ ദം. സച്ച് സബ്സ്റ്റൻസസ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. അതായത് സബ്സ്റ്റൻസസ് ഹാവിങ് ഫ്രീ ഇലക്ട്രോൺസ് അലോ ദ ഇലക്ട്രിക് കറണ്ട് ടു പാസ് ത്രൂ ദം. ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും, അവയിലെ ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ അത് അലോ ചെയ്യും. അത്തരം സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റീസ് വളരെ കുറവാണ്. ഇറ്റ് ഹാസ് ദ range of 10⁻⁸ ohm meter to 10⁻⁶ ohm meter. അതായത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ദ റെസിസ്റ്റിവിറ്റീസ് ആർ ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁸ ohm meter to 10⁻⁶ ohm meter. അതെന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ മെറ്റൽസ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ദേ വിൽ അലോ ദ ഇലക്ട്രിക് കറണ്ട് ടു പാസ് ത്രൂ ദം. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദർ വിൽ ബി നോ ഫ്രീ ഇലക്ട്രോൺസ്. അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ദേ ഡു നോട്ട് അലോ ദ ഇലക്ട്രിക് കറണ്ട് ടു പാസ് ത്രൂ ദം. സോ ദേ വിൽ നോട്ട് അലോ ദ ഇലക്ട്രിക് കറണ്ട് ടു പാസ് ത്രൂ ദം. അത്തരം മെറ്റീരിയൽസിനെയാണെന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നോൺ മെറ്റൽസ്, പേപ്പർ, വുഡ്, അല്ലെങ്കിൽ സിറാമിക്, റബ്ബർ, പ്ലാസ്റ്റിക്. സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അതായത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസസ് ആണ് ഇൻസുലേറ്റേഴ്സ്. അവയുടെ റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 10⁻18 ടൈംസ് ഗ്രേറ്റർ ദാൻ ദ മെറ്റൽസ് ആയിരിക്കും. അതായത് മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റിയേക്കാളും 10⁻18 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും ഇൻസുലേറ്റേഴ്സിലുണ്ടാവുന്ന റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ they are neither good conductors nor insulators. അതിന് പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ അവയുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇൻ ബിറ്റ്വീൻ ദാറ്റ്
കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. സോ സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് എക്സാമ്പിളാണ് ജെർമേനിയം, സിലിക്കൺ പോലെയുള്ള സബ്സ്റ്റൻസസ്. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ സെമി കണ്ടക്ടേഴ്സ് ബിഹേവ് ലൈക്ക് ഇൻസുലേറ്റേഴ്സ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. അതായത് വെരി ലോ ടെമ്പറേച്ചേഴ്സിൽ ദേ വിൽ ബിഹേവ് ലൈക്ക് ഇൻസുലേറ്റേഴ്സ്. ആൻഡ് എങ്ങനെയായിരിക്കും, ഹയർ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ദേ വിൽ ബിഹേവ് ലൈക്ക് കണ്ടക്ടേഴ്സിനെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ രണ്ട് നേച്ചറും ഉള്ള സബ്സ്റ്റൻസസിന് എന്ത് പറയും, സെമി കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് എന്തിൻ്റെ കേസിലുള്ളത്, റെസിസ്റ്റിവിറ്റിയുടെ കേസിലുള്ളത്. അതായത് 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Now we have the temperature dependence of resistivity. How the temperature depends on the resistivity of materials. എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരും. അതായത് ഇപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടറിൻ്റെ കേസിൽ ദ ഇക്വേഷൻ ഫോർ റെസിസ്റ്റിവിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് rho t will be equal to rho 0 into 1 plus alpha t minus t0 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ടി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. T0 എന്ന് നമ്മൾ റെഫറൻസ് ടെമ്പറേച്ചറായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ദെൻ ആൽഫ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനുള്ളത് എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ റോ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റിവിറ്റി. അതായത് റോ ടി ഇസ് ദ റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ ടി. ദെൻ റോ 0 ദ റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T0. ഓക്കെ, ദെൻ ആൽഫ ഇസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി റോ ടി ബൈ റോ 0, അതായത് 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് T0 ആയിരിക്കുമല്ലോ. അതിന് റോ ടി ബൈ റോ 0 ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് T0 എന്ന് എഴുതാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആൽഫ കാണാൻ പറ്റുക? നൗ വി ക്യാൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ആൽഫ ബൈ റീഅറേഞ്ചിങ് ദ ഇക്വേഷൻ. ഹൗ വി ക്യാൻ റീഅറേഞ്ച്? റോ ടി ബൈ റോ 0 മൈനസ് 1 വിൽ ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി മൈനസ് T0 അല്ലേ. നൗ വി ക്യാൻ ടേക്ക് ദ LCM. അപ്പോൾ എന്ത് വരും, റോ ടി മൈനസ് റോ 0 ഹോൾ ഡിവൈഡഡ് ബൈ റോ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി മൈനസ് T0 അല്ലേ. സോ വാട്ട് വിൽ ബി ആൽഫ? ആൽഫ ഈസ് ഈക്വൽ ടു റോ ടി മൈനസ് റോ 0 ഡിവൈഡഡ് ബൈ റോ 0 ഇൻറ്റു ടി മൈനസ് T0 ആണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു റോ ടി മൈനസ് റോ 0 ഡിവൈഡഡ് ബൈ റോ 0 ഇൻറ്റു ടി മൈനസ് T0 എന്ന് എഴുതാം. ഓക്കെ, now we have the dimension of temperature coefficient of resistivity, that is temperature raised to -1 and unit is Kelvin raised to -1. Okay, suppose when the temperature is increased and if the resistivity also increases then alpha will be positive. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന ഒരു കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇഫ് ദ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് ദെൻ ആൽഫ വിൽ ബി നെഗറ്റീവ്. അതായത് ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ആ കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അതായത് ആൽഫ വിൽ ബി നെഗറ്റീവ്. Now we can see in the case of metals alpha is positive, that is alpha means the temperature coefficient of resistance that will be positive for metals. അത് എന്തുകൊണ്ടാണ് മെറ്റൽസിൻ്റെ കേസിൽ എന്താ ഉണ്ടാവുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കേസിൽ നമുക്ക് ആൽഫ പോസിറ്റീവ് ആണെന്ന് പറയാം. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓൾസോ വിൽ ബി ഇൻക്രീസ്ഡ്. അതിന് കാരണം എന്താണെന്ന് നോക്കി നോക്കാം. അതായത് നമുക്കറിയാം റോ ഇസ് ഈക്വൽ ടു 1/σ, ദാറ്റ് ഈസ് എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ എം എൻ ഇ ഇത്രയും ക്വാണ്ടിറ്റീസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. പിന്നെ വാരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണ്, ടോ മാത്രമാണ്. ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിലാക്സേഷൻ ടൈമാണ്. ഓക്കെ, സോ എങ്ങനെ പറയാം, നമുക്ക് റോ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/ടോ ആണ് അല്ലേ. അതായത് ടോ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റോ കുറയും. ഓക്കെ, ഇനി റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും, ലെസർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, കൊളീഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുമ്പോൾ അവിടെ
തെർമൽ എനർജി കൂടുന്നു. സോ ദേ വിൽ കൊളൈഡ് മോർ ഫ്രീക്വൻ്റ്ലി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റിലാക്സേഷൻ ടൈം എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും അല്ലേ. അതായത് വളരെ ഫാസ്റ്റായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ടൈം ഇൻ്റർവെൽ കുറവായിരിക്കും. ആൻഡ് ഹെൻസ് ദ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. അപ്പോൾ അവിടെ റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് മെറ്റൽസിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അതായത് ആൽഫ ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ദ റെസിസ്റ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. എന്താണ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൽഫ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി നെഗറ്റീവ്. ബിക്കോസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അതായത് ഇൻസുലേറ്റേഴ്സ് അതുപോലെ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് റോ ഈസ് ഈക്വൽ ടു m/n(e²τ) ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ റെസിസ്റ്റിവിറ്റി വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ, ബിക്കോസ് n ഈസ് കമ്മിങ് ഇൻ ദ ഡിനോമിനേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ resistivity will be decreased. That means rho is directly proportional to 1/n. നമ്മളിപ്പോൾ കണ്ടത് മെറ്റൽസിൻ്റെ കേസിൽ ആൽഫ പോസിറ്റീവാണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിൽ എങ്ങനെയാണ്? ആൽഫ ഇസ് നെഗറ്റീവ് അല്ലേ. ഇനി നോക്കാൻ പോകുന്നത് അലോയ്സിൻ്റെ കേസിൽ, അതായത് നിക്രോം, മാങ്കനിൻ, കോൺസ്റ്റൻറ്റൻ, ഇത്തരം അലോയ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നാണ് നോക്കുന്നത്. അതായത് അലോയ്സിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റിവിറ്റിയെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നിക്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് എൻ അലോയ് ഓഫ് നിക്കൽ, അയേൺ ആൻഡ് ക്രോമിയം. അതായത് നിക്കൽ, അയേൺ, ക്രോമിയത്തിൻ്റെ ഒരു അലോയ് ആണ് എന്ത്? നിക്രോം എന്ന് പറയുന്നത്. മാങ്കനിൻ അതുപോലെ കോൺസ്റ്റൻറ്റൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ദേ ഓൾ ആർ അലോയ്സ്. അപ്പോൾ അവ എങ്ങനെയാണ്? വളരെ ഒരു വീക്കായിട്ടുള്ള ഡിപ്പെൻഡൻസേ ഉള്ളൂ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറുമായിട്ട്. അതായത് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് വളരെ സ്ലൈറ്റായിട്ട് മാത്രമാണ് റെസിസ്റ്റിവിറ്റിയിൽ എന്ത് ചെയ്യുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മെറ്റൽസാണ് വി ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് വയർ ബൗണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന കേസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? അലോയ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇറ്റ് ഹാസ് എ വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സാധാരണ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ റെസിസ്റ്റൻസ് വാല്യൂസ് വുഡ് ചേഞ്ച് വെരി ലിറ്റിൽ വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഉണ്ടായാൽ പോലും അവയുടെ വാല്യൂസ് വളരെ സ്ലൈറ്റ് വേരിയേഷൻസ് മാത്രമേ കാണിക്കൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം അലോയ്സിനെ നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹൗ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റിവിറ്റി എന്നുള്ളത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സ്ലൈറ്റ് ചേഞ്ച് മാത്രമേ ഇവിടെ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക്കൽ എനർജി പവർ. അതായത് ഇലക്ട്രിക്കൽ എനർജി പവർ എന്ന് പറയുന്ന ചെറിയ ടോപ്പിക്സാണ്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രാം കാണാൻ കഴിയും അല്ലേ. അതിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു സെല്ല് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റൻസ്. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം. അതായത് വർക്ക് ഡൺ ബൈ ദ സെൽ ഓൺ എ ചാർജ് ക്യൂ. അതായത് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ ഓൺ ദ ചാർജ് ക്യൂ. അതിനെങ്ങനെ എഴുതാം? വർക്ക് ഡൺ W is equal to QV ആണ് അല്ലേ. ഇനി I എന്ന് പറയുന്നത് എങ്ങനെ കാണാം? I is equal to Q/T അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണല്ലോ. സോ I is equal to Q/T ആണെങ്കിൽ Q will be equal to I into T അല്ലേ. അപ്പോൾ അതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് Q we can substitute IT. ഓക്കെ, ദെൻ വാട്ട് വി വിൽ ഗെറ്റ്? W is equal to VI into T എന്ന് പറയും. ഇതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ദിസ് വർക്ക് ഡൺ ഈസ് സെയിം ആസ് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ സെൽ ടു ദ ചാർജസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ വർക്ക് ഡണ്ണ് ഇലക്ട്രിക്കൽ എനർജിക്ക് ഇക്വലൻ്റ് ആണ്, അത് സെയിം ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു, അപ്പോൾ അതുകൊണ്ട് എന്ത് എഴുതാം? വർക്ക് ഡണ്ണിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രിക്കൽ എനർജി E എന്ന് എഴുതാമല്ലോ. ഈസ് ഈക്വൽ ടു VI into T എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് ഈസ് ഈക്വൽ ടു VIT എന്ന് പറയുന്നത്.
ഇനി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് വിത്ത് ഇൻക്രീസ്ഡ് കൈനറ്റിക് എനർജി. അപ്പോൾ എന്ത് ചെയ്യും? ദേ വിൽ കൊളൈഡ് വിത്ത് ദ ആറ്റംസ്. ഓക്കെ, സോ ദ എനർജി ഗെയിൻഡ് ബൈ ദ ചാർജസ് ഈസ് ഷെയർഡ് വിത്ത് ദ ആറ്റംസ്. അപ്പോൾ അതിന് ഉണ്ടാവുന്ന എനർജി എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? അറ്റൈൻ ചെയ്യുന്നത് ദേ വിൽ ഷെയർ വിത്ത് ദ atoms. Then the atoms vibrate more vigorously and the conductor heats up. അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? കണ്ടക്ടർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് Vi/T. ഇനി the amount of energy dissipated as heat in the conductor during the time interval is എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു Vi/T എന്ന് എഴുതാം. അതായത് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി, അതായത് ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എത്രയാണെന്നുള്ളത് ഈസ് ഈക്വൽ ടു Vi/T എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി നോക്കുകയാണ്. നമ്മൾ എനർജി കാണാനുള്ള, ഹീറ്റ് എനർജി കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഇക്വേഷന് മാറ്റം വരാൻ നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ഓംസ് ലോ വി ഹാവ് V ഈസ് ഈക്വൽ ടു IR. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വിയുടെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈസ് ഈക്വൽ ടു Vi/T ആണല്ലോ. അപ്പോൾ അവിടെ വിക്ക് പകരം എന്ത് കൊടുക്കാം? I/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ്? ഈസ് ഈക്വൽ ടു IR/IT എന്ന് വരും. ഓക്കെ, ഇനി അപ്പോൾ അതിനെങ്ങനെ എഴുതാം? I²RT എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈസ് ഈക്വൽ ടു I²RT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം. ഓംസ് ലോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് I ഈസ് ഈക്വൽ ടു V/R ആണ് അല്ലേ? സോ ഈസ് ഈക്വൽ ടു Vi/T എന്നുള്ള സ്ഥലത്ത് ഐക്ക് പകരം എന്ത് കൊടുക്കാം? V/R എന്ന് കൊടുക്കാം. അപ്പോൾ വാട്ട് വി വിൽ ഗെറ്റ്? V/V/R/T എന്ന് വരും അല്ലേ? സോ ദാറ്റ് വിൽ ബി V²T/R. സോ എനർജി കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണ് V²T/R. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻസാണ് കിട്ടിയത്. ഒന്നെന്താണ്? ഈസ് ഈക്വൽ ടു Vi/T, then ഈസ് ഈക്വൽ ടു I²RT, then ഈസ് ഈക്വൽ ടു V²T/R. So these are the equations for finding the electrical energy. Now we have power. Power is the energy dissipated per unit time ആണ് അല്ലേ? അതായത് പവർ എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ നമ്മൾ എനർജി കാണാനുള്ള ഇക്വേഷൻ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഈസ് ഈക്വൽ ടു Vi/T, then ഈസ് ഈക്വൽ ടു V²T/R, then ഈക്വൽ ടു I²RT. അപ്പോൾ ഈ 3 ഇക്വേഷൻസിലും എങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും പവറിൻ്റെ യൂണിറ്റ്? യെസ്, ദാറ്റ് ഈസ് വാട്ട്. W എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ? സോ ഈസ് ഈക്വൽ ടു Vi/T എന്നുള്ളതിൽ നിന്ന് എങ്ങനെയാണ് പവർ കാണാൻ പറ്റുക? അതായത് E/T കണ്ടാൽ മതി അല്ലേ? സോ E/T മീൻസ് Vi/T/T. സോ T and T will get cancelled, then P will be equal to Vi. അപ്പോൾ പവർ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? P is equal to Vi ആണ്. അടുത്ത ഇക്വേഷൻ അതായത് E/T ചെയ്യുമ്പോൾ V²T/R ഡിവൈഡഡ് ബൈ T ചെയ്യാം. അഗെയിൻ അവിടെ എന്താണ്? T and T will get cancelled, so P is equal to V²/R. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ P is equal to V²/R ആണ്. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? E is equal to I²RTയിൽ ദെൻ P will be equal to I²RT/T ആണ്. സോ P will be equal to I²R. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെൽസ്, EMF, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ സെല്ല്, EMF, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം സെല്ല് എന്താണെന്ന് നോക്കാം. സെല്ല് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സെല്ലുകൾ, അതായത് പോസിറ്റീവും നെഗറ്റീവും, എങ്ങനെയാണ് സെല്ലിൽ ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ തന്നെ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളൊരു സെല്ലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഒരു പോസിറ്റീവും നെഗറ്റീവും. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റൻസ്. അപ്പോൾ അത്രയാണൊരു സെല്ല് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും കാണിച്ചിട്ടുണ്ട്. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് ഇവിടെ R ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സെല്ല് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡിവൈസ് ആണ് വിച്ച് മെയിൻറ്റെയിൻ എ സ്റ്റഡി കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ദ ഇലക്ട്രോലിറ്റിക് സെൽ. അതായത് ഒരു ഇലക്ട്രോലിറ്റിക് സെൽ അല്ലെങ്കിൽ ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിമ്പിൾ ഡിവൈസ് ആണ് വിച്ച് മെയിൻറ്റെയിൻ എ സ്റ്റഡി കറണ്ട്. ഒരു സ്റ്റഡി കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്? സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തന്നെ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്.
as we have told, there are two electrodes, that is positive and negative, and they will be immersed in an electrolytic solution. The electrodes exchange charges with the electrolyte. അതായത് നമുക്ക് രണ്ട് ഇലക്ട്രോഡ്സ് ആണുള്ളത്, ഒന്ന് പോസിറ്റീവ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ് ആണ്. അവയെ നമ്മൾ എന്തിലായിരിക്കും, ഒരു ഇലക്ട്രോലൈറ്റിലാണ്, ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇമേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോഡ്സിലാണ് എന്ത് നടക്കുക, ചാർജസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് വിത്ത് ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് സെല്ലിനെ കുറിച്ചിട്ട് അറിയാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്താണ്? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ദാറ്റ് വിൽ റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ, ഒരു സെല്ലിനകത്ത് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ്സ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. അതായത് ഒരു സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റിനകത്ത് എന്തുണ്ടാവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ്സ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതായത് ഇപ്പോൾ ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അത് നമ്മൾ കൂടുതൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ internal resistance offered by the electrolytes to the flow of current through it. Now we have EMF or electromotive force, very important topic. അതായത് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ എന്താണ് EMF എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ EMF എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഓഫ് എ സെൽ ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്. അതായത് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ആ സർക്യൂട്ടിൽ സെൽ എന്തായിരിക്കില്ല, ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു കേസിൽ, അതായത് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ആ സർക്യൂട്ടിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോഡ്സ് തമ്മിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, EMF ഓർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ദാറ്റ് ഈസ് വെൻ നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സെല്ലാണ്. സെല്ലിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യാത്ത സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ്. ഓക്കെ, ഇനി എന്താണ് EMF എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആൻഡ് നോട്ട് എ ഫോഴ്സ്. ഓക്കെ, സോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുമെങ്കിലും ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെൻ ദ സെൽ ഈസ് ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ EMF മെഷർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബിഫോർ കണക്റ്റിംഗ് ഇൻ എ സർക്യൂട്ട് വി ഹാവ് ടു മെഷർ ദ EMF. ഓക്കെ, hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.